ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ അടുത്തുള്ളൊരു നഴ്സറി വരെ പോവുകയാണ്. അപ്പം നമുക്ക് കുറച്ച് വെജിറ്റബിൾസിൻ്റെ തൈയും അതേപോലെ ഫ്രൂട്ട് ട്രീയുടെ തൈ എല്ലാം വാങ്ങിക്കണം. അപ്പം അതിന് വേണ്ടി നമ്മൾ പോകുന്ന വഴിയാണിപ്പോൾ. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏത് നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾസിൻ്റെ എല്ലാ തൈകളും കിട്ടുന്ന ഒരു കടയാണ്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം ഇവിടെ വെതറെല്ലാം മാറി വരുന്ന സമയമാണ്. ഇപ്പം നല്ല വെതറാണ്. ഇന്ന് ഓൾമോസ്റ്റ് 80 ഡിഗ്രി ഉണ്ട് ഇന്ന്. അപ്പം ഇന്ന് പറ്റിയൊരു ദിവസമാണ് സാധനങ്ങൾ ഇതെനിക്ക് തൈകളെല്ലാം പോയി വാങ്ങിക്കാനും നടാനും ഒക്കെ. അപ്പം അതിനു വേണ്ടി നമ്മൾ പോകുന്ന വഴിയാണ്. അപ്പം നമുക്കൊന്ന് പോയി കണ്ടാലോ അത്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ നഴ്സറി ഡാളസിൽ ഇർവിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് ദൂരമുണ്ട് ഈ നഴ്സറിയിലോട്ട്. ഒരു 4 മിനിറ്റും കൂടെ മതി ഇനി അവിടെ എത്താൻ. ഇവിടെ സമ്മർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ ഒരു 5 മാസമേ കിട്ടത്തുള്ളൂ. ഈ 5 മാസവും നമ്മൾ മാക്സിമം നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ട്രൈ ചെയ്യും. ഇവിടെയുള്ള മലയാളികളെല്ലാം അങ്ങനെ തന്നെയാണ്. ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ തണുപ്പ് തുടങ്ങും. പക്ഷേ എന്നാലും മെയ് തൊട്ട് ഒക്ടോബർ വരെ വലിയ കുഴപ്പമില്ലാത്ത വെതറാണ്. അപ്പം നമ്മൾ ആ സമയത്ത് പാവലും പയറും എല്ലാം നമ്മൾ കൃഷി ചെയ്യും. ഈ നഴ്സറി ഒരു സാധാ നഴ്സറി തന്നെയാണ്. നമുക്ക് വേറെ ഇവിടെ ഇഷ്ടംപോലെ നഴ്സറികളുണ്ട്. ഇവിടുത്തെ ഹോം ഡിപ്പോയും അല്ലെങ്കിൽ ലോവസ് അങ്ങനെ ഒത്തിരി നഴ്സറികളുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യത്തിന് പറ്റിയ വെജിറ്റബിൾസിൻ്റെ തൈകൾ കിട്ടുന്ന ഒരു നഴ്സറിയാണ് ഇത്. കാരണം പാവലോ പയറോ അങ്ങനെയുള്ള അതിൻ്റെ ഒന്നും തൈകളൊന്നും നമ്മളിപ്പോൾ ഹോം ഡിപ്പോയിൽ പോയാലോ അല്ലെങ്കിൽ ലോവസിൽ പോയാലോ അങ്ങനെയൊന്നും കിട്ടത്തില്ല. നഴ്സറി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് പോയി നോക്കാം. കയറി വരുന്ന ഈ സൈഡ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് ഇരിക്കുന്നതെല്ലാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതെല്ലാം ഓമയ്ക്കായുടെ തൈയാണ്. ഇത് ഒരു തൈക്ക് $12 എന്നുള്ള രീതിയിലാണ് ഇവർ വിൽക്കുന്നത്. നമുക്ക് ഒരെണ്ണം എടുത്തുകൊണ്ട് പോയി നോക്കാം. ഇനിവേ മാവിൻ്റെ തൈക്ക് ഒരു തൈക്ക് $70. അത് ഇച്ചിരി കൂടുതല. എന്നാലും പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് മാങ്ങ ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ബഡ് തൈകളായതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കാം. ഈ സൈഡിലിരിക്കുന്ന എല്ലാം ഫ്രൂട്ട് ട്രീയുടെ തൈകളാണ്. ഇവിടെ ആപ്പിളിൻ്റെ തന്നെ പല ഇനത്തിൽപ്പെട്ട ആപ്പിൾ തൈകളുണ്ട്. പ്ലം ഉണ്ട്, പെയറുണ്ട്, അവക്കാഡോ ഉണ്ട്, അതേപോലെ ഷുഗർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ വേറൊരു ഇനത്തിൽപ്പെട്ടൊരു ആപ്പിളുണ്ട്. ലെമണിൻ്റെ തൈകളുണ്ട്, അതുപോലെ ബ്ലാക്ക് ബെറി, ബ്ലൂബെറി, പിന്നെ മുന്തിരി, അതേപോലെ പെർസിമൻ, എല്ലാ തൈകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം റോസിൻ്റെ തൈകളാണ്. $20 ഇതിൻ്റെ വില. ഈ ഇരിക്കുന്ന എല്ലാം പേരയുടെ തൈകളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ പേരയുടെ തൈയൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം ഒത്തിരി പേരയുടെ തൈകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഹോട്ട് പെപ്പർ, ഇതിൽ ഓൾറെഡി മുളക് ഉണ്ടായിട്ടുണ്ട്. ഇത് അല്പം കോസ്റ്റ്ലിയാണ്. ഇത് ഇത്രയും മുളകെല്ലാം ഉണ്ടായി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം.
നിങ്ങളിവിടെ അടുത്തെങ്ങാനും ആണ് താമസിക്കുന്നതെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് ഏത് വെജിറ്റബിളിൻ്റെ ആണെങ്കിലും അത് ഫ്രൂട്ട് ട്രീയുടെ ആണെങ്കിലും തൈകൾ ഇവിടെ കിട്ടും. നല്ല ഇനത്തിൽപ്പെട്ട തൈകൾ തന്നെയാണ് ഇവർ വിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഇവിടുന്ന് തന്നെയാണ് വാങ്ങിച്ചത്. നമുക്കിനി ആ മേളിൽ കാണുന്ന ഗ്രീൻ ഹൗസിലോട്ട് പോകാം. അതിൻ്റെ അകത്താണ് നമുക്ക് വേണ്ട മുളക് തൈകളും പാവലിൻ്റെയും പയറിൻ്റെയും തൈകളൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് ബേസിലിൻ്റെ തൈകളാണ്. ഇത് ലെമൺ ബേസിൽ തന്നെ പല ഇനത്തിൽപ്പെട്ടതുണ്ട് ഇവിടെ. ഇത് ഒരു തൈക്ക് $1.50. ഇത് ദിൽ തില. ഇത് സാധാരണ ഫിഷ് സൂപ്പിലും അല്ലെങ്കിൽ സാലഡിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് വേറൊരു ഇനത്തിൽപ്പെട്ട സ്വീറ്റ് ബേസിൽ. ഇത് ക്ലസ്റ്റർ ബീൻ. ഇത് അല്പം ചൂട് കുറഞ്ഞ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഉണ്ടാകാറുള്ളത്. ഇവിടെ ആണെങ്കിലും ഉണ്ടാകും, പക്ഷെ നമ്മൾ ഒത്തിരി സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാതിരുന്നാൽ മതി. പിന്നെ ഇതെല്ലാം തക്കാളിയുടെ തൈകളാണ്. ഏത് തരത്തിലുള്ള തക്കാളി ഉണ്ട് അതെല്ലാം ഇവിടെ ഉണ്ട്. ചെറി തക്കാളിയുണ്ട്, അതേപോലെ പല ഇനത്തിൽപ്പെട്ട തക്കാളികൾ ഇവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അതെല്ലാം കാണിക്കാം. ഇത് വേറൊരു ഇനത്തിൽപ്പെട്ട ടൊമാറ്റോയാണ്. അത് നമ്മുടെ പാറ്റിയോ ടൊമാറ്റോ എന്ന് പറയും. ഇതിന് കുറച്ച് സ്ഥലം മതി, നമ്മൾ ചെറിയ ചട്ടിക്കകത്തൊക്കെ നട്ടാൽ മതി. ഇത് വിയറ്റ്നാമീസ് പെസില്ല. ഇതൊരു ഹെർബൽ പ്ലാന്റ് ആണ്. മസ്ക് മെലൻ. ഇത് പഴുത്ത നല്ല മധുരമാണ്. ഇത് സുലാൻഡ്രോ നിഗോഗായി. ഇത് മെക്സിക്കൻ കൊറിയാണ്ടർ എന്നും അറിയപ്പെടും. നമ്മുടെ മല്ലിയിലയുടെ ഒരു വെറൈറ്റിയാണിത്. ഇത് യെല്ലോ സ്ക്വാഷ്. ഇത് ഒത്തിരി വൈറ്റമിൻസ് ഉള്ള ഒന്നാണ്. ഓൾറെഡി പൂ വന്നു ഇതിൽ. ഇവരുടെ കയ്യിലിരിക്കുന്ന തൈകളെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ട് പോയാൽ ഒരിക്കലും അത് കായ ഉണ്ടാവാതെ ഇരിക്കത്തില്ല. ഇത് ഗ്രീൻ ബീൻസ് ആണ്. ഇത് നമ്മളിവിടെ കടയിലെല്ലാം വാങ്ങിക്കുന്ന തരത്തിലുള്ള ചെറിയ കനം കുറഞ്ഞ തരത്തിലുള്ള ബീൻസിൻ്റെ തൈകളാണ്. പംകിൻ, മത്തങ്ങയാണിത്. മത്തങ്ങയുടെ തൈകളാണ്. എഗ് പ്ലാന്റ് അല്ലെങ്കിൽ വഴുതനങ്ങ തന്നെ 3-4 വെറൈറ്റി തന്നെ ഇവിടെ ഉണ്ട്. ലഫ മോഫ് ഹോ, വിയറ്റ്നാമീസിൻ്റെ ഒരു എഡിബിൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. ഇത് തായ് പെപ്പർ. ചെറിയ മുളകാണ്, അധികം നീളമില്ലാത്ത ടൈപ്പാണത്. സെറാനോ ഹോട്ട് പെപ്പർ. ഇതും മുളകിൻ്റെ തന്നെ വേറൊരു ഇനത്തിൽപ്പെട്ട എരിയുള്ള ഒരു ഹോട്ട് പെപ്പറാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഗ്രീൻ ചില്ലിയാണ്. നമ്മൾ തോരനും എല്ലാം അരിഞ്ഞിടുന്ന നല്ല എരിയുള്ള മുളകാണ്. നല്ല തൈയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് എടുത്തത്. ഇഷ്ടംപോലെ മുളകുണ്ടായിരുന്നു. ഇത് ഹബാനറോ പെപ്പർ. ഇത് നമ്മുടെ കർണംപൊട്ടി മുളകാണ്. പച്ചമുളകിൻ്റെ വേറൊരു ഇനത്തിൽപ്പെട്ട മുളകാണ്. ഇത് ബോട്ടിൽ ഗാർഡ്. ഇത് നമ്മുടെ ചൊരക്കയാണ്. ഇത് നമ്മുടെ നാട്ടിലാണ് ഇതിൻ്റെയൊക്കെ തൈ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഇതുവരെ കിട്ടും. ഇതിൻ്റെ തൈകളാണ് ഇവിടുന്ന് അങ്ങ് വരെ ഇരിപ്പുണ്ടത്. പിന്നെ റിഡ്ജ് ഗാർഡ്. ഇതും നമ്മുടെ പീച്ചിങ്ങയാണ്. കണ്ട പാവലിൻ്റെ തൈ പോലെ ഇരിക്കും. ഇത് വിൻ്റർ മെലൻ, കുമ്പളങ്ങ. എന്തിനാണ് നമ്മൾ കുമ്പളത്തിൻ്റെ അരിയൊക്കെ ഇടുന്നത്? വേണ്ടേ, നല്ല നല്ല തൈകൾ. ഇത് നമ്മുടെ വെള്ളരിയുടെ തൈകളാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നാട്ടിലുള്ള വലിയ വെള്ളരിക്കയുടെ തൈയല്ല. ഇത് നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കുന്ന ഈ സാലഡിലൊക്കെ ഇടുന്ന ചെറിയ തരത്തിലുള്ള സാലഡ് കുക്കുംബറിൻ്റെ തൈകളാണ്. സ്നേക്ക് ഗാർഡ്, പടവലത്തിൻ്റെ തൈകളാണ് ഇതെല്ലാം. ഹയാസിന്ത് ബീൻ. ഇതാണ് നമ്മുടെ ഗ്രീൻ പീസ്. ലോങ് എഗ് പ്ലാന്റ്.
ഇത് നമ്മുടെ നീളത്തിലുള്ള വഴുതനങ്ങ തന്നെ പല ഇനത്തിലിവിടെ ഉണ്ട്. അപ്പോൾ ഇത് നല്ല എരിയുള്ള മുളകാണ്. ജപ്പാനീസ് എഗ് പ്ലാന്റ് വേറൊരു ഇനത്തിൽപ്പെട്ട ഒരു വഴുതനങ്ങയാണിത്. പല വെറൈറ്റി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതൊരു കറുത്ത വഴുതനങ്ങയുടെ തൈകളാണ് ഇരിക്കുന്നതെല്ലാം. ഇതൊരു ഹെർബൽ പ്ലാന്റ് ആണ്. ഋത എന്നാണ് അറിയപ്പെടുന്നത്. ആസ്മയ്ക്കും അപസ്മാരത്തിനും ഒക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് കാൻഡലൂപ്പ്. ഇത് ഒരു ഫ്രൂട്ടാണ്. നമ്മളെപ്പോഴും കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് നമുക്കെല്ലാം അറിയാം. പിന്നെ ഇത് അമരാന്ത്. ചീരയാണ്. ചുമന്ന ചീരയുണ്ട്, പച്ച ചീരയുണ്ട്. ഇതൊന്നും ഞാൻ വേറെ കടകളിലൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ചീരയുടെ തൈകളൊന്നും. ചുമന്ന ചീരയാണ് ഈ ഇരിക്കുന്നത്. ചുമന്ന ചീരയുടെ തൈകളാണ് ഇതെല്ലാം. ഇത് സ്വീറ്റ് പൊട്ടറ്റോ, നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ തൈകളാണ് ഇതെല്ലാം. ഇത് നമ്മുടെ തുളസി. ഇതിനകത്ത് എഴുതിയേക്കുന്നത് ഹോളി ബേസിൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സീഡ് മർജോറാം. ഇതൊരു ഹെർബൽ പ്ലാന്റ് ആണ്. ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു സിട്രസിൻ്റെ ഫ്ലേവറുള്ള ഒരു ചെടിയാണിത്. ഇത് ഇന്ത്യൻ എഗ് പ്ലാന്റ്. വീണ്ടും വഴുതനങ്ങയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ വെണ്ടയുടെ തൈകളാണ്. ഓക്ര. മലബാർ സ്പീനച്ച്. ഇത് നമ്മുടെ വള്ളിച്ചീര എന്ന് പറയും. ഇതിങ്ങനെ നമ്മൾ പടർത്തി വിടുന്ന ഒരു തരത്തിലുള്ള ചീരയാണ്. നല്ല വൈറ്റമിൻസ് ഉള്ള ഒരു ചീരയാണിത്. ഇത് മെക്സിക്കൻ ഓർഗാനോ, നമ്മുടെ പനിക്കൂർക്ക. ഇത് നമുക്ക് പനിയൊക്കെ വരുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. നല്ലൊരു ഹെർബൽ പ്ലാന്റ് ആണ്. ടബാസ്കോ പെപ്പർ, നമ്മുടെ ഫേവററ്റ് കാന്താരി മുളകിൻ്റെ തൈകളാണ് ഇരിക്കുന്നതെല്ലാം. ഇത് മിൻറ്റ്, നമ്മുടെ പുതിനയിലയാണ്. നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്നതാണ്. ഇതൊരു നല്ല ഔഷധ ഗുണമുള്ള ചെടി കൂടിയാണ്. ഇത് ഒരു ചെറിയൊരു തൈ നമ്മൾ വെച്ചാൽ ആ സ്ഥലം ഒത്തിരി അങ്ങോട്ട് ഉണ്ടാവുന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണ്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 തൈ നട്ടതേ ഉള്ളൂ. അത് ആ സ്ഥലം മൊത്തം ഇപ്പം ഇതുകൊണ്ട് നിറഞ്ഞേക്കുക. ഈവൻ വിൻ്റർ ആണെങ്കിൽ പോലും അത് പോകത്തില്ല. ഇത് വാട്ടർ സ്പീനച്ച്. ഇത് മലയാളത്തിൽ നമ്മൾ വയൽ ചീര എന്ന് പറയും. ഇത് കുമ്പളങ്ങിയുടെ വേറൊരു ഇനത്തിൽപ്പെട്ട വെറൈറ്റിയാണ്. ഇത് നമ്മൾ ആദ്യം കണ്ടത് നീളമില്ലാത്ത തരത്തിലുള്ള കുമ്പളങ്ങയുടെ തൈകളാണ്. ഇത് നല്ല നീളത്തിലുള്ള തൈകളാണ് ഈ ഇരിക്കുന്നതെല്ലാം. ബിറ്റർ മെലൻ, നമ്മുടെ പാവയ്ക്കയുടെ തൈകളാണ്. ഇവിടെ 2 തരത്തിലുള്ള പാവലിൻ്റെ തൈകൾ ഇരിപ്പുണ്ട്. ഒന്ന് ചൈനീസ് പാവലും മറ്റൊന്ന് നമ്മുടെ പാവലിൻ്റെ പോലെയുള്ള തൈകളാണിത്. ചൈനീസ് പാവൽ, അതിൻ്റെ പാവയ്ക്ക നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നമുക്ക് മെഴുക്ക് വറ്റാനും തോരൻ വയ്ക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഉണ്ടാക്കി അധികം കയ്പൊന്നുമില്ല. ഇത് വിങ്ഡ് ബീൻസ്. ഇത് ചതുരപ്പയറിൻ്റെ തൈകളാണ്. ഇത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇത് സുക്കീനി. ഇതിന് മലയാളത്തിൽ മരച്ചെടി എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ സമ്മർ ടൈമിലാണ് ഇത് കൂടുതൽ ഉണ്ടാവുന്നത്. സാധാരണ ഇത് നമ്മൾ സൂപ്പിൻ്റെ അകത്തും ഒക്കെ ഇടാൻ ഉപയോഗിക്കുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളരിക്ക പോലെ ഇരിക്കും കാണാൻ, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ലോങ് ബീൻസ്. ഇത് നമ്മുടെ നീളൻ പയറിൻ്റെ തൈകളാണ്. നമ്മുടെ സെയിം ആ ഇനമല്ല, പക്ഷേ ഇത് നല്ലതാണ്. തോരൻ വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു പയറാണ്. ഇതും മുളകിൻ്റെ തന്നെ വേറൊരു ഇനത്തിൽപ്പെട്ട എരിയുള്ള ഒരു ഹോട്ട് പെപ്പറാണ്. ഗ്രീൻ ബെൽ പെപ്പർ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ റെഡ് ബെൽ പെപ്പറിൻ്റെ തൈകൾ ഞാൻ കണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. ഹോട്ട് പെപ്പർ എരിയുള്ള മുളകിൻ്റെ തൈകളാണ്. ഇത് പല വെറൈറ്റിയിലുള്ള മുളകിൻ്റെ തൈകൾ ഇവിടെയുണ്ട്. ഇത് സ്വീറ്റ് ബനാന പെപ്പർ, ചെറിയ മധുരമുള്ള മുളകിൻ്റെ തൈകളാണിത്. നമ്മൾ സാധാരണ ബജ്ജി ഉണ്ടാക്കാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം ഈ മല്ലിയിലയുടെ ഇനത്തിൽപ്പെട്ട വെറൈറ്റി ആയിട്ടുള്ള മല്ലിയിലകളാണ് ഇരിക്കുന്നതെല്ലാം. ഏത് തൈ എടുത്താലും ഇത് $1.50 ഉള്ളൂ ഇവിടെ. ഇപ്പോൾ ഏകദേശം 6 മണിയായി. ഇവർ 6 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. 8 to 6 വരെയാണ് ഈ സ്റ്റോറിൻ്റെ ടൈം. നമ്മൾ കുറച്ച് വെജിറ്റബിൾസിൻ്റെ തൈകളും അതേപോലെ ഫ്രൂട്ട് ട്രീയുടെ തൈകളെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് പേ ചെയ്ത് ഇവിടുന്ന് പോകണം. അപ്പം ഇവിടെ അടുത്ത് താമസിക്കുന്നവർക്കെല്ലാം ഇത് നല്ലൊരു നഴ്സറിയാണ്. നമുക്ക് വിത്ത് പാകാനും മുളപ്പിക്കാനൊന്നും സമയമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് വാങ്ങിച്ച് നടണമെന്ന് തോന്നിയാൽ വന്ന് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു നഴ്സറിയാണ്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകളാണെങ്കിലും വെജിറ്റബിളിൻ്റെ തൈകളും എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Thanks for watching and see you next time.